യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 5, 6, 7 വചനം. നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. ഹല്ലേലൂയ. സംശയിക്കുന്നവർക്ക് ഇത് കൃപ കിട്ടത്തില്ല. സംശയിക്കാത്തവർക്കേ കൃപ കിട്ടും. സംശയിക്കുന്ന വിശ്വാസം, ഈശോയെ സംശയം. എല്ലാ മതങ്ങളും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ല. ഇന്നത്തെ പുതിയ ഫിലോസഫികളുണ്ട്. നിരീശ്വരവാദികൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ലോകം കൂടെ ഉള്ള യൂട്യൂബുകളിലും ഉള്ള സംഭവങ്ങളിലും എന്നൊക്കെ അറിഞ്ഞുകൂടും. എല്ലായിടത്തും ഇങ്ങനെ നിരീശ്വരവാദികളെല്ലാം കൂടി ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ആൾക്കാരും ഉണ്ട്. നിരീശ്വരവാദം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു കൃപയല്ല, പ്രബുദ്ധിയാണ് സംസാരിക്കുന്നത്. അത് കേട്ടുകൊണ്ടിരുന്ന തന്നെ നമുക്ക് കിട്ടിയ അഭിഷേകം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. ചില പ്രസംഗങ്ങളും പ്രബോധനങ്ങളും കേട്ടാൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഉപകാരമായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. ഞാൻ ചിലപ്പോഴും പലരുടെയും പ്രസംഗങ്ങളൊന്നും കേൾക്കാനേ പോകത്തില്ല. കാരണം സുവിശേഷ പ്രഘോഷമാണെങ്കിൽ പോലും കേൾക്കില്ല. കാരണം ഫെയ്ത്ത് കളയുന്ന കാണാൻ പറ്റും. നല്ല ഇമ്പകരമാണ് കാര്യം. പക്ഷെ വിശ്വാസം കളയും. അപ്പോൾ വിശ്വാസം കളയുന്ന മേഖലയിൽ നിന്ന് നമ്മൾ മാറ്റി കൃപ കിട്ടിയാൽ നമ്മൾ വിശ്വാസം കിട്ടിയ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും മാറി ചില ബന്ധങ്ങൾ, ആളുകൾ, കൂട്ടുകെട്ടുകൾ, ചില പരിപാടികൾ, പ്രോഗ്രാമുകൾ, പേരും പെരുമയൊക്കെ തരാമെന്ന് പറയും. പക്ഷെ പോകുകയല്ല വഴിക്ക്. കാരണം പോയാൽ നമ്മുടെ വിശ്വാസം പോകും. വിശ്വാസം പോയാൽ കൃപ കുറഞ്ഞു പോകും.